ഹായ് മക്കളെ, എജുബോർഡിലേക്ക് സ്വാഗതം. റയാൻ സാറാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു മാസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള സമയം. എന്തിനാണ്? നമ്മളുടെ സേ എക്സാമിന് വേണ്ടിയിട്ട്. ബിസിനസ് സ്റ്റഡീസിന്റെ സേ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എളുപ്പത്തിൽ കുറച്ച് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ പാസ് മാർക്ക് അങ്ങ് വാങ്ങിയെടുക്കാൻ പറ്റുക, എത്രത്തോളം വേഗത്തിൽ നമുക്ക് ബിസിനസ് സ്റ്റഡീസ് ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതിന്റെ വീഡിയോ ആണ് നമ്മൾ സംസാരിക്കുന്നത്. എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് പെട്ടെന്ന് ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് പഠിച്ച് സേ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യാണ് അല്ലേ. അപ്പോൾ ഈ ട്രൈയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കുറച്ച് സ്മാർട്ട് ട്രിക്സ് ഉണ്ട്. ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സ്മാർട്ട് വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് സ്മാർട്ടായിട്ട് എങ്ങനെ പഠിച്ചിട്ട് നമുക്ക് ഈ ബിസിനസ് സ്റ്റഡീസ് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ദ ഗോൾഡൻ റൂൾ എന്ന് പറയുന്ന പരിപാടിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, കീവേഡുകൾ യൂസ് ചെയ്തിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കീവേഡ്സുകൾ നമ്മുടെ ആൻസർ ഷീറ്റുകളിൽ കാണുന്ന സമയത്ത് എല്ലാ പേപ്പറും നോക്കുന്ന ടീച്ചർമാരും അറിയുക, അല്ലെങ്കിൽ പറയുക നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ധാരണയുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതായിരിക്കും അവരുടെ മൈൻഡിൽ ഉണ്ടാവുക. സോ നിങ്ങൾ എന്താക്കുക, കീവേഡ് ബേസ് ചെയ്തിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ മാനേജ്മെന്റ് എന്താണ് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ എന്ന് പറയും. ആൾക്കാരെ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ നടത്തിയെടുക്കുക, അതിനെയാണ് മാനേജ്മെന്റ് എന്നുള്ളതാണ് പറയുന്നത്. സോ മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ എന്ന് പറയുന്നത് അതിൻ്റെ കീവേഡ് ആണ്. ഇത്തരത്തിൽ നമ്മൾക്ക് എന്ത് വരുന്ന സമയത്തും ഏത് ടോപ്പിക് വരുന്ന സമയത്തും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കീവേഡ് ബേസ് ചെയ്തിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോയിന്റ് ആണ്. രണ്ടാമത്തത് എന്താ ചെയ്യേണ്ടത്, ചാപ്റ്റർ വൈസിന് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് തിയററ്റിക്കൽ കോൺസെപ്റ്റുകൾ ഉണ്ട്, ഒരുപാട് നമ്മൾ പഠിക്കേണ്ട ഏരിയാസും ഉണ്ട്. പക്ഷേ ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ ഏറ്റവും നന്നായിട്ട് പഠിക്കുക. ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്ററിന് ഫോക്കസ് കൊടുത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിലുള്ള ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഏകദേശം 7 മാർക്കോളം നമ്മളോട് ചോദിക്കുന്നുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഏകദേശം 6 മാർക്കിന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ബിസിനസ് എൻവയോൺമെന്റിന് വലിയ പ്രയോറിറ്റി ഇല്ല, അതിന് 4 മാർക്കിന് നമ്മളോട് ചോദിക്കുന്നുള്ളൂ. പിന്നെയോ പ്ലാനിംഗ് നിന്നും 5 മാർക്കിന് നമ്മളോട് ചോദിക്കുന്നുള്ളൂ. സ്റ്റാഫിങ്ങിൽ നിന്ന് നമുക്ക് 8 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ഡയറക്റ്റിംഗ് കൺട്രോളിംഗ് പുറമെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് മക്കളെ 11 മാർക്കിന് ചോദിച്ച് കാണാറുണ്ട്. സോ അങ്ങനെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക. അതിന് സമയം കൂടുതൽ ചിലവാക്കുക. ഒരു മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. എളുപ്പത്തിൽ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ പറയുന്ന ട്രിക്സ് യൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസിന് നമ്മൾക്ക് ഫോക്കസ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് പറഞ്ഞുതരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കംപ്ലീറ്റ് ഡെഫിനിഷൻ, ഒരു എക്സ്പ്ലനേഷൻ എഴുതി വെക്കുക. ഒരിക്കലും ബൈഹാർട്ട് ചെയ്ത് പോകാൻ പറ്റൂല. നമുക്കിനി നമ്മൾ എന്ത് ചെയ്യണം, കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ട് ഡെഫിനിഷൻസ് എഴുതി വെക്കുക. അതിനുശേഷം ഡെഫിനിഷൻസിന് നമ്മൾക്ക് അതുപോലെ ബൈഹാർട്ട് ചെയ്ത് എഴുതാൻ പറ്റുമെങ്കിൽ അത് എഴുതുക, ഇല്ലെങ്കിൽ നമ്മൾ കൺസെപ്റ്റ് വൈസ് പഠിച്ചു വെച്ച സാധനം കൃത്യമായിട്ട് എഴുതി വെക്കുക. അതിനുശേഷം മക്കളെ ഒരു കീ പോയിന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു കീവേഡ്, ആ ഒരു കീവേഡ് കൊടുക്കുക. ദെൻ അതിനൊരു എക്സാമ്പിളും കൂടി കൊടുക്കുക. 3 മാർക്കിൻ്റെ ആയാലും 4 മാർക്കിൻ്റെ ആയാലും 5 മാർക്കിൻ്റെ ആയാലും ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ഷീറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നവർക്ക് മാർക്ക് ഇടാനുള്ള ത്വര കൂടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ദെൻ ഇതൊരു ഇമ്പോർട്ടൻ്റ് പരിപാടിയാണ്. കഴിഞ്ഞ ഒരു 3 വർഷത്തെ 4 വർഷത്തെ PYQ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. കുറേ കൺസെപ്റ്റുകൾ തിയററ്റിക്കലി പഠിക്കുന്നതിനേക്കാളും നല്ലത് PYQ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഉറപ്പായിട്ടും മോസ്റ്റ് ആയിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള കാര്യം ഷുവറാണ്. 2020 ചോദിച്ചതോ 21 ചോദിച്ചതോ 22 ചോദിച്ചതോ 23 24 25 ചോദിച്ചത് 26 സേ എക്സാമിന് ചോദിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് PYQ എന്ന് പറയുന്നത് ചെറിയ പരിപാടിയല്ല. ഫോക്കസ് ചെയ്തിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതി പഠിക്കുക.
ഓക്കെ, വെറുതെ വായിച്ചാ ഇതൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് വിടുന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എഴുതി പഠിക്കുക. കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററിന്റെയും PYQ എടുത്ത് 4 മാർക്കിനും 5 മാർക്കിനും 6 മാർക്കിനും 8 മാർക്കിനും ചോദിച്ച ക്വസ്റ്റ്യൻസ് എഴുതി നോക്കുക. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5, 6, 8 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 2, 3, 4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ആയിട്ടാണ് വരിക. അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫോക്കസ് വിട്ടുപോകരുത്. ഇനി നിങ്ങൾക്ക് ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല, ഒരു ഫോക്കസും കിട്ടുന്നില്ല, മൊത്തത്തിൽ തിയറിറ്റിക്കലായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, മക്കളെ PYQ നോക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം, സീരിയസ് ആയിട്ട് നോക്കണം. റിപ്പീറ്റേഷൻ ഷുവർ ആയിട്ടും വരും. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് PYQ റെഫർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. എജ്യൂപോർട്ടിന്റെ പേജിൽ, എജ്യൂപോർട്ടിന്റെ ആപ്പിൽ നിങ്ങൾക്ക് PYQസിന്റെ എല്ലാ ആൻസേഴ്സും അവൈലബിൾ ആണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൃത്യമായിട്ട് അത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാന്നുള്ളത്. പിന്നെ നമുക്ക് പ്രസന്റേഷൻ സ്കില്ലാണ്. നമ്മൾ ഇതെല്ലാം പഠിച്ചു, നമ്മൾ ഒരു സമയമെടുത്ത് എഫേർട്ട് എടുത്ത് ടൈം ചെലവാക്കി നമ്മൾ പഠിച്ചു. ഇത് കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യണം. ഇത് കൃത്യമായി പ്രസന്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കാര്യമില്ല. അപ്പൊ ആ പ്രസന്റേഷനിൽ ശ്രദ്ധിക്കേണ്ട സാധനം എന്താണ്? എക്സാമിനേഴ്സ് ലവ് നീറ്റ് ആൻസേഴ്സ്. ചിലപ്പോൾ പറ്റും, ചിലപ്പോൾ പറ്റൂല. നമ്മളെ കൈയക്ഷരം മോശമാണെങ്കിൽ ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഡു ദിസ്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുള്ള കീവേഡുകൾ അണ്ടർലൈൻ ചെയ്തു വെക്കുക. നമ്മൾ കുറേ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ നമ്മളുടെ കൈയക്ഷരം മോശമാണെങ്കിൽ ചിലപ്പോൾ അത് അവർ ഇവാലുവേറ്റ് ചെയ്യാതെ പോവാം. അപ്പൊ അണ്ടർലൈൻ ചെയ്തു വെക്കുക. പിന്നെയോ എല്ലാ പോയിന്റ്സിനും നമ്പർ ഇട്ട് വെക്കുക. 4 പോയിന്റുകളുള്ള ആൻസർ ആണെങ്കിൽ അതിന് 4 നമ്പർ ഇട്ട് വെക്കുക. അവിടെ വെക്കും 4 മാർക്ക്. 5 പോയിന്റ് ഉണ്ടെങ്കിൽ 5 പോയിന്റുകൾ ഇട്ട് വെക്കുക. ഒരു essay ക്വസ്റ്റ്യനിൽ പോയിന്റ് വൈസ് എഴുതിയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ദെൻ ഹെഡിങ്സ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ളതാണെങ്കിൽ അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തതിന് ശേഷം പോയിന്റ് ഒരു 3 എണ്ണാണെങ്കിൽ 3 എണ്ണം പോയിന്റ് ഇട്ട് എഴുതി വെക്കുക. അപ്പോൾ ഓരോ പോയിന്റിന് 1 മാർക്ക് വീതം കിട്ടും. പിന്നെയോ ലീവ് സ്മോൾ ഗ്യാപ്സ് ബിറ്റ്വീൻ പോയിന്റ്. കൂട്ടിക്കൊഴിച്ച് എഴുതുന്നതിന് പകരം essay ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ഗ്യാപ്പ് ഒക്കെ വിട്ടിട്ടൊന്ന് എഴുതി നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്. പിന്നെയോ ഡ്രോ ഫ്ലോ ചാർട്ട് വെർ എവർ പോസിബിൾ. എവിടെയെങ്കിലും ഫ്ലോ ചാർട്ട് പോസിബിൾ ആണെങ്കിൽ ആ രീതിയിൽ കൊടുക്കുക. ഇപ്പൊ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കിനൊക്കെ ഫ്ലോ ചാർട്ട് വൈസ് ചെയ്താൽ വളരെ മനോഹരമായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു essay എഴുതുന്നതിന് പകരം ആ പിരമിഡ് വരച്ചു വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്താൽ മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് സുഖമാണ്. ഇനിയോ ഇതാണ് നമ്മളുടെ ഫൈനൽ പരിപാടി. ഈ രീതിയിൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. കീവേഡ്സ് ഉണ്ടായിരിക്കണം മക്കളെ, കീവേഡ്സ് ഉണ്ടായിരിക്കണം, ഹെഡിങ്സ് കൊടുക്കണം, നമ്പറിങ് കൊടുക്കാൻ മറന്നു പോകരുത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നിർബന്ധമായിട്ടും ചെയ്യുക. ബിസിനസ് സ്റ്റഡീസ് ആണ്, ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, 11ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. 11ഓളം ചാപ്റ്റേഴ്സും ഫുൾ കവർ ചെയ്ത് പോവുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മാസം കൊണ്ട് നമുക്ക് പോസിബിൾ അല്ല. പക്ഷേ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമുണ്ട്. എല്ലാ ചാപ്റ്ററിൽ നിന്നും നിരന്തരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത് അത് വായിച്ച് പഠിച്ച് അതൊരു തവണയോ 2 തവണയോ 3 തവണയോ എഴുതി നോക്കി എക്സാമിനേക്ക് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിൽ നിന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു പാസ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് A+ഓ Aയോ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് സുഖമായിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് ഉറപ്പിച്ചു പറയുന്നതാണ് ഈ ഒരു ട്രിക്ക്. സോ സേ എക്സാമിനെ ബിസിനസ് സ്റ്റഡീസ് ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുറേ കോൺസെപ്റ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ നല്ലോണം ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിൻ്റെ പകരം എല്ലാത്തിൻ്റെയും ഹെഡിങ് മനഃപ്പാടമാക്കി കീവേഡുകൾ യൂസ് ചെയ്ത് അത് നിങ്ങൾ പഠിച്ചത് നിങ്ങളുടെ എക്സാം ഷീറ്റിൽ നീറ്റായി പോയിന്റ് വൈസ് വരാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ ഷുവറായിട്ടും ബിസിനസ് സ്റ്റഡീസ് പാസ്സാവാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ജേണിയിൽ ഈ 1 മന്തിൻ്റെ കഠിന പ്രയത്നത്തിൽ നിങ്ങളോട് കൂടെ ഞങ്ങളും ഉണ്ടാവും. എന്തായാലും എക്സാം റിസൾട്ട് വരുമ്പോൾ നമ്മൾ പാസ്സായിട്ടുണ്ടാവും. ഓൾ ദ വെരി ബെസ്റ്റ്.